അടുത്ത കാട്ടിൽ നിന്ന് ഒരു സിംഹം എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. അവനോട് യുദ്ധം ചെയ്യാൻ ഞാനൊരു ഗുസ്തിക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ യുദ്ധത്തിൽ ഗുസ്തിക്കാരനൊരു സഹായി വേണം. ശരി മതി. ഏ കരയാതെടോ. താനൊന്ന് ശരിക്കലറിയാൽ തന്നെ എതിരാളി നടുങ്ങില്ലേ? നടുങ്ങിയില്ലെങ്കിൽ താൻ കുടുങ്ങും. ഹി ഹി. കേൾക്കട്ടെ, താനൊന്ന് അലറി നോക്ക്. കിർ ഹി ഹി. ഇതേ നീർക്കോലി നെല്ലിക്ക കടിക്കുന്ന ശബ്ദമാ. വാ, അലർച്ച പഠിപ്പിക്കുന്ന ഒരാളെ നമുക്ക് കാണാം. വായ പരമാവധി തുറക്കണം, കണ്ണുകൾ അടയണം. എന്നാലേ അലർച്ചയിൽ പരമാവധി ശ്രദ്ധ കിട്ടൂ. അലറുന്നതിന് മുമ്പ് പരമാവധി ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. അലറുമ്പോൾ അത് പരമാവധി ശക്തിയിൽ പുറത്തേക്ക് വിടണം. പലതരത്തിൽ അലറിക്കൊണ്ട് ഇതെല്ലാം പരമാവധി കാണിക്കാം. ശ്രദ്ധിച്ചോളൂ. പരമാവധി ശ്രദ്ധിക്കാം. പരമാവധി കടുവ പറഞ്ഞു തന്ന കാര്യങ്ങൾ തനിക്ക് ശരിക്കും മനസ്സിലായോ? ആയി. പക്ഷേ മറക്കുമോന്നാ പേടി. അതിനൊരു വഴിയുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഏ അതേന്നേ, പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി മറ്റുള്ളവരെ പഠിപ്പിക്കല. എന്നാ പിന്നെ ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരാം. ഹാ, കുറുക്കന്മാരെന്തിനാ അലറാൻ പഠിക്കുന്നത്? താൻ വേറെ വല്ലവരെ നോക്ക്. ശരി. സൂത്ര, ഞാൻ പോകുന്ന വഴിക്ക് ഒരലർച്ച കേട്ടു. പരമാവധി ശ്വാസം എടുക്കാതെയാണ് അലറുന്നതെന്ന് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ ചെന്ന് അങ്ങേർക്ക് അലറാൻ വിശദമായി പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പഠിപ്പിച്ചത് മൂപ്പർക്ക് വലിയ നാണക്കേടായി. നാണക്കേട് കാരണം ആ പാവം സ്ഥലം വിട്ടു. ഏ എടാ ദ്രോഹികളെ, സ്ഥലം വിട്ടതേ എൻ്റെ ഗുസ്തിക്കാരനാ.